ഈ ജെൻസി കാലഘട്ടത്തിൽ ഡേറ്റ് ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ജെൻസി ഡേറ്റിംഗ് ടേംസ് പഠിക്കുക എന്നുള്ളത്. ഓർബിറ്റിംഗ് എന്താണെന്നറിയോ നിങ്ങൾക്ക്? മറ്റേ എർത്ത് ഓർബിറ്റ്സ് അറൌണ്ട് സൺ, അതല്ല മോനെ, അതൊക്കെ മേലെ. ലാസ്റ്റ് ടൈം ഞാൻ എന്റെ ഫ്രണ്ടിന്റെ സിസ്റ്ററിന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കാം. അവൾ 9ാം ക്ലാസ്സിലെന്തോ. അപ്പൊ അവൾ എന്റെ അടുത്ത് പറയാം, അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബോയ് ഫ്രണ്ട് അവളെ ഗോസ്റ്റ് ചെയ്തു ആൻഡ് ഇപ്പൊ ഓർബിറ്റിംഗ് ചെയ്തോണ്ടിരിക്കുക. ഐ വാസ് ലൈക്ക് ബ്രോ, ഞാൻ ഗോസ്റ്റിംഗ് എന്താന്നേ പഠിച്ചു വരുന്നുള്ളൂ. അപ്പൊ എന്നിട്ട് ഈ ഓർബിറ്റിംഗ്. അപ്പൊ ഐ ജസ്റ്റ് ഗൂഗിൾഡ് ഇറ്റ്. അപ്പൊ തിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് സമ്മൺ സ്റ്റോപ്സ് കമ്മ്യൂണിക്കേഷൻ വിത്ത് യു ബട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തിട്ട് ലൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഓർബിറ്റിംഗ്. ഇനി ബെഞ്ചിങ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമ്മൾ ഫുട്ബോളിൽ പ്ലേയേഴ്സിനെ ബെഞ്ച് ചെയ്തേക്കാന്ന് പറയില്ലേ, അതിന്റെ റിലേഷൻഷിപ്പ് വേർഷൻ ആണ് ഈ ബെഞ്ചിങ്. നമ്മൾ ഒരാളായിട്ട് റിലേഷൻഷിപ്പിലാണ്, ബട്ട് അതെങ്ങാനും പൊട്ടിയാലോ എന്ന് ഓർത്തിട്ട് ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട് വേറൊരാളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് ഈ ബെഞ്ചിങ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഗൂഗിൾ ഇതിൽ ഫ്ലേർട്ടിംഗ് ഒന്നും നടക്കണില്ല, ഇന്ററാക്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറയണേ. ബട്ട് 90s കിഡ് ആയിട്ട് നിങ്ങൾക്ക് ഇത് തന്നെ ചീറ്റിംഗ് ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുഷ്യനിങ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഇത് കേട്ടോ, എവിടെയോ എന്തോ ഒരു തകരാറ്. ബെഞ്ചിങ്ങിൽ ഒരാളുടെ അടുത്ത് മാത്രമാണ് ഇന്ററാക്ഷൻ കീപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ കുഷ്യനിങ്ങിൽ സേഫ്റ്റി നെറ്റ് പോലെ നമ്മൾ മൾട്ടിപ്പിൾ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ച് ഫ്ലേർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നതിനെയാണ് കുഷ്യനിങ് എന്ന് പറയണത്. എന്താ